അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം തന്നെ 2 കപ്പ് അരി എടുക്കാം. ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് മട്ടയരി. ഏത് അരി ആയാലും കുഴപ്പമില്ല. നമ്മളെ റേഷൻ കടയിലെ വെള്ളയരി എടുക്കാതൊക്കെയാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിൻ്റെ ശേഷം വെള്ളം ചോരാൻ വെച്ചതാണ്. നന്നായി വെള്ളം ചോർന്നതിൻ്റെ ശേഷം ഞാനൊരു മൺചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. മൺചട്ടി നന്നായി ചൂടായതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നന്നായി കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം. അരി വറുത്തെടുക്കുകയാണ്. ഇത് പൊട്ടി തീരുന്നത് വരെ വറുക്കണം. അതുവരെ നന്നായി ഇളക്കിയെടുക്കണം. നന്നായി വെള്ളം ചോർന്നതിൻ്റെ ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് വറ്റിയതിൻ്റെ ശേഷമാണ് ഇത് പൊട്ടി കഴിയുക. വെള്ളം വറ്റിയതിൻ്റെ ശേഷം തീ പറ്റ കുറച്ച് കൊടുക്കണം. നന്നായി ഇളക്കിയെടുക്കും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇപ്പം എല്ലാ കാലങ്ങളിലൊന്നും അരി വറുക്കൽ ആർക്കും അറിയില്ല. ഏത് ചട്ടി വേണമെങ്കിലും എടുക്കട്ടോ. ഞാൻ മൺചട്ടിയാണ് ഒന്നുകൂടി നല്ലത് എഴുതിയിട്ടാണ് ഞാൻ ഓട്ടട ചട്ടി എടുത്തത്. ഓട്ടടയൊക്കെ ചുടുന്ന അതേ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കടയിൽ നിന്ന് മിഠായി വാങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കൊടുത്താൽ മതി. അത്രക്കും നല്ല അടിപൊളി ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഈ വെക്കേഷൻ ടൈമിനൊക്കെ കുട്ടികൾക്ക് നേരം പോക്കിന് ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് അരി നന്നായി വറുന്ന് വരുന്നുണ്ട് കേട്ടോ. പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫുള്ള് പൊട്ടി കഴിയുന്നത് വരെ ഇളക്കിയെടുക്കണം. കരിയണത് നന്നായി ശ്രദ്ധിക്കും വേണം. പഴയ കാലങ്ങളിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തരുന്നതായിരുന്നു. ഇപ്പോൾ അധികം ആൾക്കാർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കൽ അറിയലുണ്ടാവില്ല. ഇപ്പോൾ തീ നന്നായി കുറച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിത് ഇതാക്കിയത്. ഇപ്പോൾ നന്നായി ആയി പൊട്ടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആയി കഴിഞ്ഞാൽ പിന്നെ ചട്ടിയിൽ വെക്കരുത്, കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ 2 കപ്പ് കടല ഇട്ട് കൊടുക്കുകയാണ്. നിലക്കടലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി വറുത്ത് കിട്ടണം. ഇതും തന്നെ ഒന്ന് നന്നായി പൊട്ടണ വരെ ഒന്ന് വറുക്കണം. കൈയെടുക്കാതെ ഇളക്കി എടുക്കുകയാണ് വേണ്ടിയത്. ഇതൊക്കെ നന്നായി തീ കുറച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ വീണ്ടും വീണ്ടും പറയണത്. സ്റ്റൗമ്മലാവുമ്പോൾ നമ്മൾ തീ നന്നായി കൂട്ടിക്കൊടുത്താൽ കരിഞ്ഞു പോയി പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി വരും. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ പൊട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ മാറ്റണത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കശുവണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഈ കാഷ്നട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിലക്കടല വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് പെട്ടെന്ന് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കുറച്ച് നേരം ഇളക്കിയെടുത്തത്. ഇത് ഇനി അരി നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇത്
ഇതിപ്പോൾ നന്നായി നൈസായിട്ട് പൊടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മാറ്റണത്. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഞാനൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് പൊടിച്ചെടുത്തത്. മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. ഇനി കടലയും കശുവണ്ടിയും ഒന്ന് പൊടിച്ചെടുക്കാം. അത് ക്രഷ് ചെയ്താൽ മതി, നന്നായി പൊടിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കടിക്കാൻ കിട്ടുന്ന രൂപത്തിലാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നന്നായി നൈസായിട്ടാണ് പൊടിച്ചെടുത്തത്. ഇത് തരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തത്. ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഒരേ ബൗളിലേക്ക് തന്നെ ഇട്ട് മിക്സ് ചെയ്യാണ് ഞാൻ. ബാക്കി കൂടിയും പൊടിച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളായിട്ട് പൊടിച്ചെടുത്ത് ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തു. അത്യാവശ്യം വലിയ ശർക്കരയാണ്, അതുകൊണ്ടാണ് 3 അച്ച് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. അവരൊക്കെ ഫേവറേറ്റ് ആവും ചിലപ്പോൾ. ശർക്കരയിൽ വെള്ളം കൂടി പോകരുത്. നമ്മളിത് ഉരുകി വരാനുള്ള വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിൽ കല്ലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇത് അരിച്ചെടുക്കാത്തത്, അല്ലെങ്കിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഫുള്ള് നാളികേരമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ചിരവീൻ്റെ ശേഷം. ഇത് നന്നായി ഇളക്കിയെടുക്കുക. ഒന്ന് വറുത്തുകാണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് 1 മാസം 2 മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇതും 2 ആഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ നന്നായി വറ്റിച്ചെടുത്തതിൻ്റെ ശേഷമാണ്, നല്ലതുപോലെ വറ്റിച്ചിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പൊടികൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുവേണ്ടി. ഇതൊരു ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് ആദ്യം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുമ്പം ഫുള്ളായിട്ട് മിക്സ് ചെയ്യാൻ പറ്റൂല എന്ന് കരുതിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് എണ്ണയും വേണ്ട, ഒന്നും വേണ്ട, വറുത്തെടുക്കണ്ട. നല്ല ഹെൽത്തി ആണ്. മട്ടേരി അല്ലേ, അതും കുട്ടികൾക്ക് നല്ലതാണ്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്, എല്ലായിടത്തും എത്തിപ്പെടാൻ. ഇനി ഓരോ ബോൾസ് ആക്കിയാണ്ട് ഓരോന്നാക്കിയാണ്ട് എടുത്തേക്കാം. എള്ളുണ്ട, അരിയുണ്ട എന്നൊക്കെ പറയില്ലേ, ഇത് എള്ളുണ്ടയല്ല, അത് അരിയുണ്ടയാണ്. ഇതോരോ ബോൾസും ലഡുവിൻ്റെ വലിപ്പത്തിലാണ് ഞാൻ ഓരോന്ന് ഉരുട്ടിയെടുക്കണത്. ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കൽ മുന്തിരി ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചെടുക്കാൻ വേണമെങ്കിൽ. ഞാൻ ഇതൊന്നും വെച്ചെടുക്കണില്ല, അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഡെക്കറേഷനും വേണ്ടിയിട്ട് വെച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഇനി ഇത് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ 2 ആഴ്ചക്കൊക്കെ ഒന്നും അധികം ഉണ്ടാവില്ല. കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഓരോന്ന് കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ബോളാക്കിട്ടോ. ഇതൊരു വലിയ ബൗളായിട്ടാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കൂടുതലുണ്ട്. ഇപ്പോൾ 2 ഭരണി ഇട്ടിട്ടും എനിക്ക് പിന്നെയും ബാക്കിയാണ്, അത്രക്കും ഉണ്ട് ഈ അളവിലെടുത്തിട്ട്. കടയിൽ നിന്ന് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി കൊടുക്കണില്ലാറൊക്കെ എത്രയോ മെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അതിലൊക്കെ പല കൂട്ടുകളും ഉണ്ടാവും, നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോക്കുമായി കാണാം. ബൈ.